ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ലേഖനവുമായി സമസ്ത EKAP വിഭാഗത്തിന്റെ ദിനപത്രങ്ങളായ സുപ്രഭാതവും സിറാജും മൗദൂദിയെ തള്ളിപ്പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി നിലപാടിനെതിരെ വിമർശനവുമായി ഇരുപത്രങ്ങളിലും ലേഖനം. സ്ഥാപകനെ പോലും വഴിയിലുപേക്ഷിക്കേണ്ട സാഹചര്യമാണ് സുപ്രഭാതത്തിന്റെ എന്നാണ് സുപ്രഭാതം പരിഹസിക്കുന്നത്. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ഒപ്പം ചേരുന്നു. ഗോകുൽ, എന്താണ് ഈ രണ്ട് പത്രങ്ങളിലും പറയുന്നത്? ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് മാറ്റം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മുസ്ലിം സമുദായത്തിനിടയിൽ വലിയ രീതിയിലുള്ള ചർച്ച ആവുകയാണ്. ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാം രാഷ്ട്ര സ്ഥാപനമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന പ്രഖ്യാപിത നിലപാടിൽ നിന്ന് 2019 ശേഷം പിൻവാങ്ങിയിട്ടുണ്ട് എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായിട്ടുള്ള മുജീബ് റഹ്മാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആ വിഷയത്തിന്റെ ചുവട് പിടിച്ച് സമസ്തയിലെ EK വിഭാഗം നേതാക്കൾ അല്ലെങ്കിൽ അവരുടെ മുഖപത്രങ്ങളൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വരുന്നൊരു കാര്യമാണ് അല്ലെങ്കിൽ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായിട്ടുള്ള മൗദൂദിയെ പോലും തള്ളിപ്പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ജമാഅത്തെ ഇസ്ലാമി എത്തിപ്പെട്ടത് അവരുടെ ഗതികേടാണ്. പക്ഷേ ഇവരുടെ ഈ തള്ളിപ്പറഞ്ഞതുകൊണ്ട് മാത്രം അതിൽ ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കില്ല. ഈ മൗദൂദിയുടെ പുസ്തകങ്ങളൊക്കെ പിൻവലിക്കാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമി തയ്യാറാവുമോ? ജമാഅത്തെ ഇസ്ലാമി ആഗോളതലത്തിൽ തന്നെ മുസ്ലിം സമുദായത്തിന് ഏൽപ്പിച്ച പരുക്ക് ചെറുതല്ല. കാരണം അവരുടെ നിലപാടുകളൊക്കെ മുൻപത്തേതുപോലെ തന്നെ വലിയ രീതിയിലൊക്കെ ചർച്ചയാവുന്നുണ്ട്. ജനാധിപത്യത്തിലോ മതേതരത്തിലോ ഒന്നും നമ്മൾ വിശ്വസിക്കാൻ വേണ്ടി പാടില്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ പാടില്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അമുസ്ലിങ്ങളാണ്. സർക്കാർ ജോലിയുടെ ഭാഗമൊന്നും ആകാൻ പാടില്ല തുടങ്ങിയ വികലമായിട്ടുള്ള നയങ്ങളായിരുന്നു ജമാഅത്തെ ഇസ്ലാമി കാലങ്ങളായിട്ട് പിന്തുടർന്നു വന്നത്. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകാൻ പാടില്ല എന്ന രീതിയിലുള്ള കാഴ്ചപ്പാടുകളും ജമാഅത്തെ ഇസ്ലാമിയൊക്കെ മുന്നോട്ടേക്ക് വെച്ചിരുന്നു. എന്നാൽ 2019 ശേഷം ആ നിലപാടിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി പിന്നോട്ടേക്ക് വന്നു. മൗദൂദിയൻ ആശയങ്ങളല്ല തങ്ങൾ ഇപ്പോൾ പിൻപറ്റുന്നത്, അല്ലെങ്കിൽ അതിന്റെ പിന്തുടർച്ചയായിട്ടല്ല ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്ന കാര്യമായിരുന്നു കേരള അമീറായിട്ടുള്ള മുജീബ് റഹ്മാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അവരുടെ നിലപാടുകൾ ഈ ഭരണഘടനയിൽ മാറ്റം വരുത്തിയെന്നോ നിലപാടുകളിലൊക്കെ മാറ്റം വരുത്തിയെന്നൊക്കെ പറയുമ്പോഴും മൗദൂദിയൻ ആശയത്തെ തള്ളിപ്പറയാൻ തയ്യാറായി എന്ന് പറയുമ്പോഴും ഈ മൗദൂദിയൻ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ IPH, അതായത് ഇസ്ലാമിക് പബ്ലിഷേഴ്സ് ഹൗസ് എന്ന് പറയുന്ന ഇവരുടെ പ്രസിദ്ധീകരണശാലയിൽ നിന്ന് നിരന്തരം ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ജനാധിപത്യത്തെയും മതേതരത്തെയും ഒക്കെ ഇകഴ്ത്തിക്കൊണ്ട്, രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ഒക്കെ ഇകഴ്ത്തിക്കൊണ്ട് മൗദൂദി നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ, മൗദൂദി നടത്തിയിട്ടുള്ള രചനകളൊക്കെ ഇപ്പോഴും പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിനെ തള്ളിപ്പറയാൻ സാധിക്കുമോ എന്ന ചോദ്യമാണ് പ്രധാനമായിട്ടും ഈ രണ്ട് പത്രങ്ങളും ഒരുപോലെ ചോദിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ വെച്ച് നടത്തിയ SYSന്റെ സംസ്ഥാന സമ്മേളനത്തിൽ AP വിഭാഗം നേതാവായിട്ടുള്ള കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വലിയ വിമർശനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മൗദൂദിയെ തള്ളിപ്പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. അദ്ദേഹത്തിന്റെ ആശയങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ആശയങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് പിൻവാങ്ങാൻ മൗദൂദികൾ തയ്യാറാവണം. ഈ ആഗോള ഇസ്ലാമുകൾക്ക് ഈ ജമാഅത്തെ ഇസ്ലാമി ഏൽപ്പിച്ച പരിക്കുകൾ ചെറുതൊന്നുമല്ല, വലിയ രീതിയിലുള്ള പരിക്കുകളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. കാരണം ഇവരുടെ ആശയങ്ങളാണ് ഇസ്ലാമിന്റെ ആശയങ്ങൾ എന്ന രീതിയിൽ മുസ്ലിങ്ങൾ പല സ്ഥലങ്ങളിലും ആശയപരമായിട്ട് ആക്രമിക്കപ്പെടുന്നുണ്ട്. അതിനാൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ തങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ ഗതികേട് കൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി തങ്ങളുടെ നിലപാട് മാറ്റവുമായി മുന്നോട്ടേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രചാരണങ്ങൾ മുന്നോട്ടേക്ക് വെക്കുന്നത്. അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന കാര്യമല്ല എന്ന രീതിയിലുള്ള പ്രചാരണങ്ങളാണ് ഈ AP വിഭാഗം സമസ്തയായാലും EK വിഭാഗം സമസ്തയായാലും മുന്നോട്ടേക്ക് വെക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ പിൻപറ്റിക്കൊണ്ട് അപകടം സംഭവിച്ച അല്ലെങ്കിൽ അബദ്ധങ്ങൾ സംഭവിച്ച ഒരുപാട് ആളുകളുണ്ട്. അബ്ദുൽ നാസർ മദനിയും INL നേതാവായിട്ടുള്ള ഇബ്രാഹിം സുലൈമാൻ സേട്ടൊക്കെ അതിൽപ്പെട്ട ആളുകളാണ്. അങ്ങനെ ഒരുപാട് ആളുകളെ വഴിതെറ്റിക്കുന്നതിൽ ജമാഅത്തെ ഇസ്ലാമി വലിയ പങ്കുവഹിച്ചു എന്ന രീതിയിൽ വലിയ വിമർശനങ്ങളൊക്കെയാണ് ഉന്നയിക്കുന്നത്. ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഈ സമസ്തയുടെ മുഖപത്രങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് തന്നെ രാഷ്ട്രീയപരമായിട്ട് ചില കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലാണ് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള K മുരളീധരൻ 2016 19 ഒക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തനിക്ക് പൂർണ്ണമായും കിട്ടിയിട്ടുണ്ട്, അത് ദേശീയ അടിസ്ഥാനത്തിലാണ് ഉള്ളത് എന്നൊക്കെ പറയുന്നത്. അതായത് രാജ്യത്തെ മുസ്ലിങ്ങളെ അമുസ്ലിങ്ങളാണ് എന്ന് പറയുകയും രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ഒന്നും അംഗീകരിക്കാത്ത, ഭരണഘടനയിൽ വിശ്വസിക്കാത്ത ഒരു സംഘടനയുടെ പിന്തുണ തങ്ങൾക്ക് 2019 2016 ഒക്കെ കിട്ടിയിരുന്നു എന്ന് K മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതൊക്കെ ഇനിയുള്ള വരും ദിവസങ്ങളിലും ചർച്ചയാവാനുള്ള സാധ്യതയുണ്ട്. 1996 ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചുകൊണ്ട് ദേശാഭിമാനിയിൽ ഇടതുപക്ഷം എഴുതിയ ലേഖനവും ആ സമയത്ത് കോൺഗ്രസിന്റെ ആളുകൾ ഉയർത്തി കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇത്തരത്തിൽ രാജ്യത്തോടൊരു കൂറും ഇല്ലാത്ത രീതിയിൽ പ്രവർത്തനം നടത്തിയ പാരമ്പര്യമുള്ള ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കൂട്ടുകൂടിയതിന്റെ കണക്കുകൾ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഈ മുസ്ലിം സമുദായത്തിലെ സുന്നി സംഘടനകളിലെ പ്രബല വിഭാഗമായിട്ടുള്ള സമസ്തയുടെ നേതാക്കന്മാർ തന്നെ അല്ലെങ്കിൽ അവരുടെ മുഖപത്രങ്ങൾ തന്നെ ഈ രീതിയിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വരുമ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഇടതു വലത് മുന്നണികൾ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട്
കൂട്ടുകൂടിയത് എന്നതിന്റെ കണക്കുകളൊക്കെ പറയേണ്ടതായിട്ട് വരും. എന്തായാലും ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ അല്ലെങ്കിൽ ലേഖനങ്ങളൊക്കെ മുസ്ലിം സമുദായത്തിലെ രാഷ്ട്രീയ മാറ്റത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് കൂടിയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അത് വരും ദിവസങ്ങളിലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും അല്ലെങ്കിൽ വിവാദങ്ങൾക്കൊക്കെ വഴിവെക്കാനുള്ള സാധ്യതയുമുണ്ട്. ശരി, ഗൂഗിൾ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.